മൂന്നാമത്തെ ചോദ്യം. പല സ്വപ്നങ്ങളും കണ്ട് കുട്ടി ശാന്തമായി ഉറങ്ങി. നമ്മളും സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതൂ. പരീക്ഷയാണ്. രാത്രി കുറച്ച് വൈകിയും പഠിച്ചിട്ടാണ് കിടന്നത്. തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും എന്നിട്ടും ഉറക്കം വന്നില്ല. ആദ്യം ഒരല്പം പരിഭ്രമമുണ്ട്. എല്ലാം നന്നായി എഴുതാൻ കഴിയുമോ? എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയി. ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയതും എനിക്ക് സന്തോഷമായി. ആഹാ, എല്ലാം പഠിച്ച ചോദ്യങ്ങൾ തന്നെ, അറിയാവുന്ന ഉത്തരങ്ങൾ തന്നെ. പക്ഷെ പെട്ടെന്നാണത് സംഭവിച്ചത്. ആദ്യ ഉത്തരം എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ പെൻസിലിൻ്റെ മുന പോയി. സാരമില്ല, മുന വരുത്താമല്ലോ. ഇല്ല, വെട്ടുംതോറും ഒടിയുന്നു. കുഞ്ഞൻ പെൻസിലായി മാറിയിരിക്കുന്നു. കയ്യിൽ കരുതിയിരുന്ന രണ്ടാമത്തെ പെൻസിൽ എടുത്തു. അയ്യോ, അത് തന്നെ ഇതിൻ്റെയും അവസ്ഥ. കൂട്ടുകാരുടെ കയ്യിൽ നിന്നും പെൻസിൽ വാങ്ങി എഴുതിയപ്പോഴും ഇതുതന്നെ സംഭവിച്ചു. അയ്യയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഉറക്കെ കരഞ്ഞു. അമ്മ വന്നെന്നെ തട്ടി ഉണർത്തി. എന്താ ഇത്? എന്തെങ്കിലും സ്വപ്നം കണ്ടോ? എൻ്റെ സ്വപ്നത്തിൻ്റെ കഥ കേട്ട് അമ്മ പൊട്ടിച്ചിരിച്ചു. ഇതേപോലെ ഇതിനേക്കാൾ നന്നായി മകൾ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് എഴുതുമല്ലോ അല്ലേ?